എന്നാൽ ഈ പുരോഗതിയിൽ അസഹിഷ്ണുതയുള്ള ഒരു വലിയ വിഭാഗം എന്തേ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ ചാളകളിൽ കഴിഞ്ഞുകൂടുമ്പോ, ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ സാരിത്തുണി കൊണ്ട് കീറിയ സാരിത്തുണി കൊണ്ട് മറച്ചിട്ടുള്ള കുടിലുകളിൽ ചാപ്പകളിൽ കഴിഞ്ഞുകൂടുമ്പോ, ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ മനുഷ്യനെ വലിക്കുന്ന വണ്ടികളുടെ ഉടമകളായി അല്ലെങ്കിൽ അതിന്റെ വലിക്കാരായി തീരുമ്പോ, ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ ചെരുപ്പു തുണികളായി നിൽക്കുമ്പോ, ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ റോഡിന്റെ പക്കത്ത് ഒരു ബെഞ്ച് വലിച്ചിട്ട് ആ ബെഞ്ചിൽ വന്നിരിക്കുന്നവന്റെ മുഖം ക്ഷൗരം ചെയ്തു കൊടുക്കുന്ന, തലമുടി വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ബാർബർമാരായി അധപ്പതിക്കുമ്പോ, കേരളത്തിലെ മുസ്ലിങ്ങൾ അഭിമാനത്തോടെ അലക്കി തേച്ച വസ്ത്രം ധരിച്ച് സുന്ദരമായ കാറുകളിൽ സഞ്ചരിക്കുന്ന, മറ്റു ജോലികളിൽ വ്യാപൃതരാകുന്ന ഒരു വ്യക്തിത്വമുള്ള സമൂഹമായിട്ട് എന്തേ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രം ഇങ്ങനെ നിലകൊള്ളുന്നു? എന്തുകൊണ്ട് ഇവരെ കൂടി ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ ആക്കിക്കൂടാ എന്നൊരു ചിന്ത ഈ രാജ്യത്ത് മതേതരവാദികളെന്ന് അവകാശപ്പെടുന്ന പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പോലുള്ള പ്രസ്ഥാനങ്ങളുടെ മനസ്സിലുണ്ടായി. അവരൊരു പഠനം നടത്തി. എന്താണ് കേരളത്തിലെ മുസ്ലിങ്ങളെ ബംഗാളിലെ മുസ്ലിങ്ങളെ പോലെ ആക്കാൻ എന്താണ് വഴി? കേരളത്തിലെ മുസ്ലിങ്ങളെ യുപിയിലെ മുസ്ലിമിനെ പോലെ ആക്കാൻ എന്താണ് വഴി? കേരളത്തിലെ മുസ്ലിങ്ങളെ ബീഹാറിലെ മുസ്ലിങ്ങളെ പോലെ ആക്കാൻ എന്താണ് വഴി? അപ്പോഴാണ് അവർക്ക് വഴി കിട്ടിയത്. ഈ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ ഇക്കാലം അത്രയും ഇങ്ങനെയായി മാറിയതിന്റെ പിന്നിലുള്ളത് തോൽപ്പിക്കാനുള്ള വോട്ടിന്റെ പ്രയോഗമാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇങ്ങനെ പുരോഗതി നേടിയത് ജയിക്കാനുള്ള വോട്ടിന്റെ പ്രയോഗമാണ്. ജയിക്കാനുള്ള വോട്ടും തോൽപ്പിക്കാനുള്ള വോട്ടും. ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ ഒറ്റവാക്കിൽ തിരിച്ചറിഞ്ഞില്ലെന്ന് വന്നേക്കാം. കാരണം തോൽപ്പിക്കാനുള്ള വോട്ട് ഒരർത്ഥത്തിൽ ജയിപ്പിക്കാനുള്ള വോട്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ തോൽപ്പിക്കാനുള്ള വോട്ട് എന്ന് പ്രയോഗിക്കുന്നത് വളരെ ബോധപൂർവമാണ്. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഒരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ശത്രുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നാണ് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ ആവശ്യപ്പെട്ടത്. അതാ കിടക്കുന്നു അടിയന്തരാവസ്ഥയുടെ അത്യാചാരങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് മേലേൽപ്പിച്ച, തുർക്കുമാൻ ഗേറ്റിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ, ജഗ്മോഹനെ പിന്തുണച്ച് ഇന്ദിരാഗാന്ധി എന്ന ഇന്ദിര ഭാരത യക്ഷിയത കിടക്കുന്നു. ആ യക്ഷിയെ തോൽപ്പിക്കാൻ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക. അതാ കിടക്കുന്നു രാമജന്മഭൂമിയിൽ ശിലാന്യാസത്തിന് നേതൃത്വം കൊടുത്ത, അയോധ്യയിൽ നിന്ന് നെറ്റിയിൽ സിന്ദൂര തിലകം ചാർത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച, ബഗൽപൂരിൽ കലാപം നടന്നപ്പോ ആ കലാപത്തിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കാനാവാത്ത കോൺഗ്രസ് രാജീവ് ഗാന്ധി ആ രാജീവിനെ മാറ്റൂ എന്നിട്ട് രാജ്യത്തെ രക്ഷിച്ചു. അതാ കിടക്കുന്നു ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ നിർനിമേഷനായി നോക്കി നിന്ന നരസിംഹറാവുവും അദ്ദേഹത്തിന്റെ കോൺഗ്രസും അവരെ തോൽപ്പിക്കൂ. കഴിഞ്ഞ കുറെ കാലമായി ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ കേട്ട മുദ്രാവാക്യം ഇതാണ്: തോൽപ്പിക്കാനുള്ള ആഹ്വാനം. തോൽപ്പിക്കാനുള്ള ആഹ്വാനത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഞാനും ഖാദർ മാഷും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അത് സംഭവിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും സ്റ്റേറ്റ് ഭാരവാഹിത്വത്തിന് മത്സരിക്കുന്ന ഒരു അവസരം ഉണ്ടാവില്ല. ജില്ലാ ഭാരവാഹിത്വത്തിലൊട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ മത്സരിക്കാനോ ആവില്ല. അതുകൊണ്ട് ഞാൻ ഖാദർ മാഷ് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മത്സരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾക്ക് എന്നെ ജയിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള എളുപ്പമാർഗം എന്താണെന്നറിയോ? ഖാദർ മാഷെ കുറിച്ച് കുറെ കുറ്റവും കുറവും പറയുക. അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാൾ അത്ര മോശമാണ്, അയാൾ അമ്മാതിരി മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്, അയാളെ തോൽപ്പിച്ചാലേ പറ്റൂ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എളുപ്പം, നിങ്ങൾക്ക് എന്റെ നന്മ പറയുകയേ വേണ്ട. ഞാൻ ഖാദർ മാഷേക്കാൾ വളരെ മോശക്കാരനായിരിക്കും, പക്ഷേ നിങ്ങളോട് ആരും ചോദിക്കില്ല അയാളെ തോൽപ്പിച്ചിട്ട് പകരം വരേണ്ട ബഷീറിന്റെ ഗുണമെന്താണ് എന്ന് നിങ്ങളോട് ആരും ചോദിക്കില്ല. അതാണ് തോൽപ്പിക്കൽ വോട്ടിന്റെ ഒരു പ്രത്യേകത. ഉത്തരേന്ത്യയിൽ ഇന്ദിരയെ തോൽപ്പിക്കണം എന്ന് ആഹ്വാനം മുഴങ്ങിയപ്പോ ഇന്ദിരക്ക് പകരം വരുന്നവന്റെ ഗുണം പരിശോധിക്കപ്പെട്ടില്ല. രാജീവിനെ തോൽപ്പിക്കണം എന്ന് ആഹ്വാനം മുഴങ്ങിയപ്പോ രാജീവിന് പകരം വരുന്നവന്റെ ഗുണം പരിശോധിക്കപ്പെട്ടില്ല. നരസിംഹറാവുവിനെ തോൽപ്പിക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം എന്ന് ആഹ്വാനം മുഴങ്ങിയപ്പോ ആ കോൺഗ്രസിന് പകരം വരുന്നവന്റെ ഗുണമെന്ത് എന്ന് ചോദിക്കപ്പെട്ടില്ല. ആ ചോദിക്കപ്പെടാത്തതിന്റെ ഫലമായി ഈ തോൽപ്പിക്കപ്പെടുന്നവന്റെ കുറ്റവും കുറവുകളും മാത്രം വോട്ടർമാരുടെ മനസ്സുകളിലേക്ക് സന്നിവേശിക്കപ്പെട്ടതിന്റെ ഫലമായി ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ തങ്ങളുടെ ശത്രുവായി, പ്രഖ്യാപിത ശത്രുവായി തങ്ങളുടെ മനസ്സുകളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ആളുകളെ തോൽപ്പിക്കാൻ വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ ചിലർ ജയിച്ചു കയറി, ഇവർക്ക് നേടാനുണ്ടായിരുന്നില്ല. എന്നാൽ കേരളത്തിൽ
1992 വരെയുള്ള കാലം നാം വളരെ വ്യക്തമായ രാഷ്ട്രീയത്തോടെ, വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ ജയിപ്പിക്കാനുള്ള വോട്ടാണ് നമ്മൾ തേടിയത്. നമ്മൾ ആരെയെങ്കിലും തോൽപ്പിക്കണം എന്നതായിരുന്നില്ല നമ്മുടെ ആഹ്വാനം. ഇന്നയാളെ ജയിപ്പിക്കണം എന്നതായിരുന്നു. ആ ജയിപ്പിക്കേണ്ടതിന്റെ ന്യായവും നമ്മൾ ഈ ജനതയോട് വിശദീകരിച്ച് പറഞ്ഞിരുന്നു. 92 കേരളക്കരയിലെ ഈ മുസ്ലിം സമാജം ആർജിച്ചെടുത്ത ഈ പുരോഗതിയിൽ മനോവിഷമം പൂണ്ട ആളുകൾ കേരളക്കരയിലേക്ക് മെല്ലെ കടന്നു വന്നു. കേരളത്തിന് പുറത്ത് ഈ തോൽപ്പിക്കലിന്റെ രാഷ്ട്രീയത്തിന് പ്രയോജനപ്പെടുത്തിയ ആളുകളുടെ രൂപവും ഭാവവുമുള്ള അതുപോലുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഇതിന് പ്രയോജനപ്പെടുത്തിയത് ഡൽഹിയിലെ ഇമാമിനെയായിരുന്നു. കണ്ടാൽ ഡൽഹിയിലെ ഇമാമിനെ പോലെ തോന്നിപ്പിക്കുന്ന ചില മുല്ലമാരെ കേരളത്തിൽ അവർ വിലക്കെടുത്തു. ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയം പ്രയോഗിക്കാൻ അവർ കൂട്ടുപിടിച്ചത് ഡൽഹിയിലെ ഇമാമിന്റെ മകനെയായിരുന്നു. ആ മകനെ പോലെ തൊപ്പിവെക്കുന്ന മറ്റൊരാളെ കേരളത്തിൽ അവർ കൂട്ടുപിടിച്ചു. അവര് വികാരത്തിന്റെ രാഷ്ട്രീയം ജനതയുടെ മുമ്പിൽ വിളമ്പി. ആ വികാരത്തിന്റെ കുത്തൊഴുക്കിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായ രാഷ്ട്രീയ പരിപ്രേക്ഷ്യങ്ങൾ അവതരിപ്പിച്ചു. ഇസ്ലാമിക ചരിത്രത്തെ പോലും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള അവതരണങ്ങൾ ഉണ്ടായി. വാക്കുകളിൽ നിന്ന് വികാരം അണമുട്ടി ഒഴുകുമ്പോൾ ആ വികാരങ്ങൾ ഒരു പിടി യുവതയുടെ ഹൃദയത്തെ ആകെ ഏതോ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയപ്പോ തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ സഹജീവി ആരെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം അവന്റെ കണ്ണുകൾ മഞ്ഞടിച്ചു പോയി. തന്റെ ഭൂതകാലത്തെ ആകെ വിസ്മരിച്ചതുപോലെ, വരാൻ പോകുന്ന ഒരു ഭാവിയെ കുറിച്ച് എങ്ങനെ ചിന്തിക്കണമെന്നറിയാത്തതുപോലെ നിലനിൽക്കുന്ന ഒരു വർത്തമാനത്തിന്റെ മുമ്പിൽ പകച്ചുപോയ ഒരു ജനതയാക്കി ഈ യുവതയുടെ മനസ്സിനെ തളച്ചിടാൻ ആ വികാര വിക്ഷോഭങ്ങൾക്ക് സാധിച്ചു. അതിന്റെ ഫലമായി തോൽപ്പിക്കലിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രയോഗം കേരളത്തിലും ആരംഭിച്ചു. പക്ഷേ മുസ്ലിം ലീഗ് അതിന്റെ ബൗദ്ധികമായ സമീപനത്തിലൂടെ, മുസ്ലിം ലീഗ് അതിന്റെ ബൗദ്ധികമായ നിലപാടുകളിലൂടെ ഈ തോൽപ്പിക്കലിന്റെ രാഷ്ട്രീയത്തെ ഒരു പരിധിവരെ മറികടന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തോൽപ്പിക്കലിന്റെ രാഷ്ട്രീയം അതിന്റെ പരമാവധി അറ്റത്തേക്ക് കടന്നുപോയി. ചിലർ ജയിച്ചു വന്നു. ആ ജയിച്ചു വന്നിട്ട് എന്താണ് ഈ കേരളക്കരയിലെ ജനതക്ക്, കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് അവരെന്താണ് സമ്മാനിക്കുന്നത് എന്ന് വിലയിരുത്താൻ ഒരവസരമുണ്ടായി. ഒരുപക്ഷേ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന സന്തോഷകരമായ സംഗതികൾ നിങ്ങൾക്കത് ദുഷിച്ചതായി തീർന്നേക്കാം. നിങ്ങൾക്ക് മേൽ വെറുക്കുന്ന ദുഷിച്ച സംഗതികൾ നിങ്ങൾക്ക് സൽഫലങ്ങളായും അനുഭവപ്പെട്ടേക്കാം എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗിന്റെ തോൽവി നമ്മളെയൊക്കെ ദുഃഖിപ്പിച്ചതാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു, ആ തോൽവി യഥാർത്ഥത്തിൽ ഈ സമാജത്തിന്റെ ഒരു നന്മക്ക് വേണ്ടി, ഈ സമാജത്തിന്റെ ഒരു തിരിച്ചറിവിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ തോൽപ്പിക്കലിന്റെ വോട്ടിനെതിരെ ബൗദ്ധികതയുടെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞ ഒരു സമാജത്തെ തോൽപ്പിക്കലിന്റെ വോട്ടിന്റെ പ്രയോഗത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചിട്ട് നിങ്ങൾ എന്തു നേടി എന്ന് വിലയിരുത്താൻ, ഒരാത്മപരിശോധന നടത്താൻ ഈ സമാജത്തിന് അള്ളാഹു നൽകിയ ഒരവസരമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കേരളത്തിന്റെ ജനവിധിയെ ഞാൻ നോക്കിക്കാണുന്നത്. ഇന്നെന്താ സംഭവിക്കുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുണ്ട്. മുസ്ലിം സമൂഹത്തിന് സുരക്ഷയേകാൻ അധികാരത്തിൽ വന്നവർ, മുസ്ലിം സമുദായത്തിന് സുരക്ഷയേകുമെന്ന് പ്രഖ്യാപിച്ചവർ, ഞങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ രക്ഷകർ എന്ന് അവകാശപ്പെട്ടവർ, ഞങ്ങളാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കഴിവുള്ളവർ എന്ന് വാദിച്ചവർ, അവർ ഈ കേരളം ഭരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഇടതുപക്ഷത്തെ പിന്തുണക്കാൻ മുന്നോട്ട് വന്ന മുസ്ലിം സംഘടനകളെ നോക്കി അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറഞ്ഞു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിക്കരുത്, നിങ്ങൾ അവരുടെ മടിയിൽ തലചായ്ച്ചു കിടക്കരുത്. നിങ്ങൾ ആ മടിയിൽ തലചായ്ച്ചു കിടന്നാൽ ആ മടിയുടെ ശാന്തതയിൽ നിങ്ങളൊന്ന് ഉറങ്ങിപ്പോകും. നിങ്ങൾ ഉറങ്ങി നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞുവെന്ന് കണ്ടാൽ അവരുടെ കൈകളിലുള്ള അരിവാളെടുത്ത് അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടിമാറ്റും, നിങ്ങളുടെ ജീവൻ അവർ കവർന്നെടുക്കും. അവരെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അത് വിശ്വാസം വന്നില്ല. സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന് വിശ്വാസം വന്നില്ല. വേറെ ചില പ്രസ്ഥാനങ്ങൾക്ക് അത് വിശ്വാസം വന്നില്ല. അവർ വിചാരിച്ചു ഇത് മുസ്ലിം ലീഗ് അവരുടെ അധികാര താല്പര്യത്തിന് വേണ്ടി പറയുന്നതാണ്. പക്ഷേ ഇപ്പോഴിതാ ഇടതുപക്ഷം കേരളക്കര ഭരിക്കുന്നു. കഴിഞ്ഞ 2 കൊല്ലത്തിലധികമായി ഇടതുപക്ഷം കേരളക്കര വാണരുളുന്നു. എന്താണ് കേരളത്തിൽ ഈ മുസ്ലിങ്ങൾക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്താണ് സമ്മാനിച്ചത്? ഒരു വിലയിരുത്തൽ നിങ്ങൾ നടത്തുമോ? കമ്മ്യൂണിസ്റ്റുകാർ അവർക്കൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം
മനുഷ്യത്വ വിരുദ്ധമാണ്. ആ ചരിത്രം ഇസ്ലാമിക വിരുദ്ധമാണ്. ആ ചരിത്രം മതവിരുദ്ധമാണ്. ആ ചരിത്രം സംസ്കാര വിരുദ്ധമാണ്. ആ ചരിത്രം മൂല്യവിരുദ്ധമാണ്. കേവലം ഏതെങ്കിലും ഒരു ജനതയുടെ മാത്രം ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാരെങ്കിലും ധരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കമ്മ്യൂണിസം മാനവതയുടെ ശത്രുപക്ഷത്ത് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു ചിന്തയാണ്. അവർക്ക് അധികാരമേ വേണ്ടൂ. അധികാരത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. അധികാരത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. അധികാരത്തിന് വേണ്ടി അവരിവിടെ ചോരച്ചാലുകൾ ഒഴുക്കും. അധികാരത്തിന് വേണ്ടി അവർ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കും. അധികാരത്തിന് വേണ്ടി അവർ മനുഷ്യന്റെ തല കൊയ്യും. അധികാരത്തിന് വേണ്ടി അവർ സമൂഹങ്ങളെ തമ്മിൽ അടുപ്പിക്കും. അധികാരത്തിന് വേണ്ടി അവർ മൂല്യങ്ങളെ ചവിട്ടിമതിക്കും. അധികാരത്തിന് വേണ്ടി അവരെല്ലാ വൃത്തികെട്ട ഏർപ്പാടുകളും ചെയ്യും. ഞാനിത് പറയുന്നത് കേവലം ഒരു എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിമർശിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല. നുണ പറഞ്ഞൊരു രാഷ്ട്രീയം നടത്തേണ്ട ഗതികേട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബാധിച്ചിട്ടില്ല. സത്യം പറഞ്ഞു തന്നെ ഈ രാഷ്ട്രീയം വിജയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുറപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങൾക്ക് രണ്ട് മുഖമില്ല, ഞങ്ങൾക്ക് രണ്ട് ശൈലിയുമില്ല. ഞങ്ങൾക്ക് ഒരു മുഖമേ ഉള്ളൂ, ഒരു ശൈലിയേ ഉള്ളൂ. അത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സത്യത്തിന്റെ വെളിച്ചത്തിന്റെ ശൈലിയാണ്. ആ ശൈലിയാണ് മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചൊന്ന് പരിശോധിക്കൂ. കേരളക്കരയിൽ വർഗീയ കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട രണ്ടേ രണ്ട് കമ്മീഷനുകളെ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. ഒന്ന് 1970 തലശ്ശേരി കലാപത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ. ആ വിധേയത്തിൽ കമ്മീഷൻ തലശ്ശേരി കലാപത്തെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തു. എന്താണ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്? വിധേയത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞു, തലശ്ശേരിയിലെ ഈ കലാപത്തിന്റെ തുടക്കം CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെ വരാന്തയിൽ നിന്ന് മുസ്ലിം പള്ളിക്കു നേരെ ഉണ്ടായ കല്ലേറിൽ നിന്നാണ്.